അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. കുറേ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഒന്നാമത് എഡിറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, രണ്ടാമത് മടി, പിന്നെ അപ്പോൾ നമുക്ക് വരുന്ന നെഗറ്റീവ്സ്, അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ നമ്മൾ വീഡിയോ ഇങ്ങനെ കുറഞ്ഞു പോയത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഫാമിലി വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് നല്ല മഴയുള്ളൊരു ദിവസമായിട്ട് പുറത്ത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് നമ്മുടെ അകത്തൊക്കെ അതിൽ കെട്ടിയിട്ട് ഡ്രസ്സ് ഉണക്കായിട്ടുള്ളത്. 2 ദിവസത്തെ ഡ്രസ്സാണ് ഇപ്പോൾ ദിവസം ഇപ്പോൾ തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ വീട് എന്നല്ല, എല്ലാ വീടുകളും ഇതിൽ തന്നെ ആവും. ചിലർ ടെറസിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും. നമ്മളിവിടെ ഹോളിലാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോസൊക്കെ ഇത് കണ്ടാലോ. ബേബി ചായ കുടിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമും കണ്ടത് ആൾ നല്ല ചാടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഉച്ചക്കുള്ള ലഞ്ചും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ലഞ്ചും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഒന്നാമത് എനിക്ക് ഈ എപ്പോഴും ശബ്ദം പോകുന്നതിന് പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും ശബ്ദം പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഒന്നാമത് ഞാൻ നിൽക്കാത്തത്. ഈ പുറത്തൊക്കെ നല്ല അടിപൊളി മഴ കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിൽ മിക്കവാറും വെള്ളപ്പൊക്കം വരാൻ ചാൻസ് ഉണ്ട്. ഇമ്മാതിരി വെള്ളമാണ്. നമ്മുടെ മുറ്റത്ത് കണ്ടോ, ഇതൊക്കെ എത്രയും വെള്ളമായിട്ടുണ്ട്. ഇത് റോഡൊക്കെ ഇടില്ലേ, വെള്ളമൊക്കെ മിക്കവാറും ഇതൊരു വെള്ളപ്പൊക്കത്തിലേക്കുള്ള ചാൻസാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ കേട്ടോ. അത് നല്ല പെരു മഴയാണ് കേട്ടോ. പക്ഷേ എല്ലാ കൊല്ലവും ഈ മഴക്കാലമാകുമ്പോൾ നമ്മൾ ഏരിയകളിലൊക്കെ വെള്ളം കയറാറുണ്ട്. എല്ലാ കൊല്ലം ഒരു 3 കൊല്ലമായിട്ട് വെള്ളം കയറാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിയുണ്ട്. വീട്ടിൽ കയറില്ല കേട്ടോ. പക്ഷേ നമ്മളെ ചുറ്റുഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാകുമ്പോൾ ഒരു പേടി തന്നെയാണ്. നമ്മൾ ഏരിയകളിലുള്ള മിക്ക ആൾക്കാരും പോകാറുണ്ട് ഇങ്ങനെ വെള്ളം കയറുന്ന ടൈമിൽ. ഈ പ്രാവശ്യം എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ നല്ല മഴയാണ്. ഇങ്ങനെയാണ് ഈ കാലാവസ്ഥ പോകണമെന്നുണ്ടെങ്കിൽ മിക്കവാറും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആ സേമോൾ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഫ്രഷ് ആക്കി കൊടുത്തതിൻ്റെ ശരി അവൾക്കുള്ള കഞ്ഞി കൊടുക്കുകയാണ്. പിന്നെന്താണ്, പുറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ മക്കളൊക്കെ. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, വെറുതെ ടൈം കളയണ്ട. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള സ്പെഷ്യലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാമെന്ന് കരുതി. ഉഴുന്നുദോശ ഞാൻ കഴിക്കില്ല കേട്ടോ, എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. പിന്നെന്താണ്, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉഴുന്നുദോശ ഉണ്ട്, സാമ്പാർ തലേദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് തലേദിവസം രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചോറ് ഏകദേശം ഇവിടെ റെഡി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും റെഡി ആയിട്ടില്ല, കുറച്ചും കൂടെ വേവാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ചോറിൻ്റെയൊക്കെ പരിപാടി ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്ക് ബീഫിൻ്റെ പരിപാടിയും കൂടെ ഏകദേശം ഉള്ളൂ. ബാക്കിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ പുറത്ത് മഴേൻ്റെ ഒരു പറയുകയാണെങ്കിൽ ബാക്ക് സൈഡൊക്കെ അതായത് നമ്മൾ തിണ്ണിനൊപ്പം വെള്ളം ഏകദേശം ആയിട്ടുണ്ട്. നല്ല എന്താ പറയുക, തിണ്ണുമൊക്കെ ചളി കയറിയിട്ട് നല്ല ഇതിനേക്കാളും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മഴ അതിൻ്റെ ഇടയിൽ നിന്ന ടൈമിൽ വെള്ളം അതായത് പറ്റി. പിന്നെ വീണ്ടും മഴ ചെയ്തപ്പോൾ വീണ്ടും വെള്ളം പൊന്തി വരൽ തുടങ്ങി. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ അതിൻ്റെ പേര് ചെറിയൊരു പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ വെള്ളം കയറിയിട്ട് നമ്മൾ ഈ ബട്ടൺസിനുള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് ഓട്ടോമാറ്റിക് ഓഫാവുക ഓണാവുകയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റെഡിയായി. അങ്ങനെയാണ് നമ്മളിപ്പോഴത്തേക്ക് ഒരു മഴയുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത പരിപാടി നമുക്ക് ബീഫ് റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ബീഫ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള തക്കാളി അരിയുന്നുണ്ട്. തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ അരിയുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഇറച്ചിക്കേക്കും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇന്നൊരു ചെറിയ യാത്ര പോകാനുണ്ട്. അപ്പോൾ ഇറച്ചിക്കേക്കും കൂടെ സെറ്റാക്കാനുണ്ട്. അതിനിടയിൽ ഇത് മക്കൾക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ ഭയങ്കര ഓടിക്കളിയും ചാടിക്കളിക്കായിരുന്നു കേട്ടോ. അവരൊന്ന് ഹാപ്പി ആക്കുക, അതായത് നമ്മുടെ പണിയും നടക്കണം, മക്കളൊന്ന് ഫ്രീ ആകും വേണമല്ലേ. പിന്നെ എത്താവത്തെ ജോലിക്ക് വേണ്ടി റെഡി ആയി വന്നു കേട്ടോ. പിന്നെ മക്കളെ കല്യാണ്ട് കുറച്ച് നേരം നടന്ന് നോക്കിയാൽ നിന്നു. കഴിഞ്ഞ് ഇതേ നമ്മൾ കിച്ചണിലോട്ട് വീണ്ടും വന്നു. ഇത് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് അതുപോലെ കറുകപ്പട്ട കറാമ്പൂ ആ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ല നിങ്ങളുടെ വയറ്റി എടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, കാരണം ഉള്ളി അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ നല്ലൊന്ന് വാടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ അങ്ങോട്ട് കൊടുക്കുക. പിന്നെ ബീഫ് കറി ഉണ്ടാക്കേണ്ടത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ. എന്നാലും ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നല്ലൊന്ന് വഴറ്റി കിട്ടിയതിന് ശേഷം അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാ പൊടികളും ഒന്നും നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നല്ല അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒന്നും കൂടെ നല്ലൊന്ന് ഇതായി കിട്ടണ വരെ. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഞാൻ കൂടുതൽ മുളക് പൊടി ഒന്നും ഇടുന്നില്ല, കുറച്ച് മുളക് പൊടിയും പിന്നെ പച്ചമുളകും നമ്മുടെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
പിന്നെന്താണ് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കൊന്നും കൂടെ വെന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ മസാലയ്ക്ക് ഏകദേശം ഒന്ന് അവിടെ തന്നെ വെന്തോട്ടെ. ഇതെന്താണ് അതിൻ്റെ ഇടയിൽ നല്ലൊരു വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം കഴിക്കാൻ വിചാരിച്ചു. രാവിലെ തന്നെ നമ്മൾ ഉടുന്തോശമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈത്തപ്പഴം കഴിക്കാമെന്ന് വിചാരിച്ചു. 2-3 ഈത്തപ്പഴം കഴിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് നല്ല മധുരമായിട്ട് തന്നെ വിശപ്പ് കെടും അല്ലേ, വിശപ്പ് അങ്ങോട്ട് കെടും. അപ്പോൾ ഞാൻ വിചാരിച്ചു 3-4 ഈത്തപ്പഴം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ അത് കഴിക്കാൻ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ മസാലയൊക്കെ ഏകദേശം കൊണ്ടിട്ടുണ്ട്, നല്ലൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഉള്ളി തക്കാളിയൊക്കെ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ബീഫും എല്ലാം കൂടെ ഒന്ന് നല്ല ജോയിൻ്റ് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ബീഫും കൂടെ വേവാളതല്ല, ബീഫിന് ഉപ്പ് വേണമല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വിസിൽ വരാൻ വേണ്ടിയിട്ട്, അതായത് അടച്ച് വെച്ചതിന് ശേഷം 2 വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് എടുക്കാം. പിന്നെ അതേ നമ്മൾ നമ്മുടെ ചോറൊക്കെ അവിടെ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ കുഞ്ഞുമക്കളുടെ എല്ലാ ഡ്രസ്സുകളും നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട് ഉണക്കാൻ. മക്കൾക്കൊക്കെ നനഞ്ഞോട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് നല്ല ഉണങ്ങണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോഴൊക്കെ ഇതേ നമ്മുടെ മഴയ്ക്ക് ഏകദേശം ഒന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അതായത് സൈഡിൽ വെള്ളം പോയിട്ടുണ്ട്, മഴ ഏകദേശം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചിന്താവിഷ്ട ശ്യാമളെ പോലെ നമ്മൾ ഫെബി ഇരിക്കുന്നുണ്ട്. ലൈസൻമോനെ കുളിപ്പിച്ചതേ നിഷ പൊടി കൊടുക്കാൻ വേണ്ടി കൊടുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ലൈസൻമാർക്കാണെങ്കിൽ ഇപ്പച്ചിന് മാത്രം മതി, ഞങ്ങൾ ആരും പറ്റുമല്ലോ. അവൻ്റെ വാപ്പ വന്നേ മുതൽ നമ്മൾ ആരും പറ്റൂലായിരുന്നു കേട്ടോ. പിന്നെ വാപ്പ പോയതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്തൊക്കെ ആൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് ഇതാ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മളെ ചോറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെന്താണ് അടുത്തത് നമുക്ക് കുറച്ച് കലാപരിപാടി എന്ന് വെച്ചാൽ നമുക്ക് മോൻ്റെ സ്കൂളിൻ്റെ ബുക്ക് ഒന്ന് ചട്ടിടാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച് കുറേ ദിവസമായി ഇടാനിരിക്കുന്നത് മടി പിടിച്ച് അങ്ങനെ ഇരുന്ന് പോയതാണ്. അപ്പോൾ കുറേ സ്റ്റാറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ബുക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു ചട്ടയാണ് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് നമ്മൾ ബുക്ക് ചെയ്താന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ, അങ്ങനെ ഒട്ടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇപ്പോൾ ട്രെൻഡായിട്ട് ഇറങ്ങിയിട്ടുള്ള. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു കലാപരിപാടിയിലായിരുന്നു. അപ്പോൾ ഞാനും ഫെബി നിഷയും കൂടെയൊക്കെയാണ് അത് ഇടുന്നത്. കുറച്ച് സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കർ അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കാണ്ട് ഇതേ നമ്മൾ പിന്നെ ഇരുന്നു ചട്ടക്കിടാൻ വേണ്ടിയിട്ട്, പുസ്തകം ക്ലീൻ ചെയ്യാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെന്താണ് കുറേ ഒന്ന് അത് നമുക്കിത് പിടിച്ച് കിട്ടാൻ വേണ്ടി കുറച്ചൊരു മടിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കാണ്ട് നമ്മൾ ചട്ടണ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. സപ്പോർട്ടായിട്ട് ഫെബി നിഷയൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിക്കർ ഒട്ടിക്കാനും ചട്ടടാനും അവർക്ക് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഒട്ടിക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു. നമ്മൾ ഉള്ളിലുള്ള പേപ്പറിൻ്റെ ചീന്തിയിട്ട് നേരെ ഒട്ടിച്ച് കൊടുത്താൽ മതി, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ കണ്ടില്ല, നമ്മൾ ആ ബുക്കൊക്കെ എല്ലാം ചട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് പിന്നെ ടൈം ടേബിളൊക്കെ എഴുതി റെഡിയാക്കി വെച്ച് അതൊക്കെ ഇനി ചുമരിൽ ഒട്ടിച്ച് വെക്കണം. അതുപോലെ കുറേ കാര്യങ്ങൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ ഗുണപട്ടിക എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഓർക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ നമ്മൾ എന്തെങ്കിലും ചുമരിൽ ഇതിന് ഒട്ടിച്ച് കൊടുക്കണം. അവർ എപ്പോഴും കാണുന്ന ഏരിയകൾ ഒട്ടിക്കുമ്പോഴാണല്ലോ അതെപ്പോഴും അവരുടെ മൈൻഡിലുണ്ടാവുക. അപ്പോൾ ഞാനത് അവൻ്റെ സ്റ്റഡി ഏരിയൻ്റെ അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇറച്ചി കേക്ക് ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ഇറച്ചി കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു, അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ഇറച്ചി കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ മറിച്ചിടുന്ന ടൈമിൽ നേരെ കയ്യിലേക്ക് എണ്ണയൊക്കെ പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് ചെയ്യണം, കയ്യിലുള്ള കേക്ക് വരെ ചിന്തിച്ച് പോയി. കാരണം കൈ നല്ലോണം പൊള്ളി, കേക്ക് കയ്യിലാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു കഥയായിരുന്നു. കൈ ഏകദേശം ചെറുതായിട്ടൊന്ന് പൊള്ളി. അപ്പോൾ തന്നെ അതേ മരുന്നൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് കേസിലായിട്ടോ. അങ്ങനെ നമ്മൾ പോകേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എവിടെയാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ പോയി അവിടുന്ന് കുട്ടികളെ, അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് വീഡിയോ എടുക്കാൻ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. അങ്ങനെ എടുത്തു. പിന്നെ അതേ നമ്മുടെ ഫെബി നിഷയും വീണ്ടും വന്നു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരെടുത്ത് വീഡിയോ എടുത്തു. അപ്പോൾ ഇതോടെ കൂടി എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, താങ്ക് യു.